ഇനി കോഴിക്കോടേക്ക് പോകാം. മഴക്കാലമായതോടെ പകൽ സമയത്ത് പോലും സ്വന്തം വീട്ടിൽ കഴിയാതെ ദുരിതത്തിലാണ് ഇവിടുത്തെ തീരദേശവാസികൾ. കടൽക്ഷോഭം മൂലം തീരത്തെ വീടുകളിൽ തിരമാലകൾ അടിച്ചു കയറുന്നത് പതിവാണ്. കടൽക്ഷോഭത്തെ പ്രതിരോധിക്കാൻ കെൽപ്പുള്ള സംരക്ഷണ ഭിത്തികൾ നിർമ്മിക്കണമെന്ന ജനങ്ങളുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. കോഴിക്കോട് കോന്നാട് ബീച്ചിൽ നിന്ന് ഗോകുൽ കെ വേണുഗോപാൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മഴക്കെടുതി രൂക്ഷമായതോടുകൂടി ഈ തീരദേശ മേഖലയിലും കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലയിലൊക്കെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ടായിട്ടും അതൊന്നും നമ്മുടെ ഭരണകൂടം നോക്കിക്കാണാത്ത അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്ത ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ മഴക്കാലം കടന്നു പോകുന്നതുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ഓർമ്മയുണ്ട് 2018 പ്രളയകാലത്തൊക്കെ ഈ തീരദേശവാസികളെ കേരളത്തിൻ്റെ സ്വന്തം സൈന്യം എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ പ്രകീർത്തിച്ച മുഖ്യമന്ത്രിയാണ് ഇന്ന് സംസ്ഥാനം ഭരിക്കുന്നത് എന്നിരിക്കെയും ഇവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിനോ സാധിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ തീരദേശ മേഖലയിൽ ഇവിടെ ഈ ഭാഗത്തൊക്കെ സുരക്ഷാ ഭിത്തികൾ നിർമ്മിക്കാൻ സാധിക്കാത്തത് കൊണ്ട് ഇവിടെ നിന്ന് വെള്ളം വലിയ രീതിയിൽ അടിച്ച് വീടുകൾക്ക് മുകളിലേക്ക് 2-3 മീറ്റർ ഉയരത്തിൽ വീടുകളിലേക്ക് വന്ന് വീടുകൾക്ക് മുകളിൽ വെള്ളം പോകുന്ന ഒരു സാഹചര്യമാണ്. ഒരു 4 മണിയൊക്കെ കഴിഞ്ഞാൽ വേലിയേറ്റം വരുന്ന സമയത്തൊക്കെ വലിയ രീതിയിൽ രൂക്ഷമായ രീതിയിലുള്ള കടലേറ്റമാണ്. കടലിൽ നിന്ന് വെള്ളം ഈ രീതിയിൽ ഉയർന്നു വന്ന് വീടുകൾക്ക് മുകളിലേക്ക് പതിക്കുകയും ഇവിടെ വൃദ്ധരായ ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ്. ഏകദേശം 300 മീറ്റർ ദൂരത്തിൽ ഇതുപോലെ കടലിനോട് ചേർന്ന് ഒരുപാട് കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് വെള്ളം അടിച്ചു വരുന്നത് കൊണ്ട് ജോലിക്ക് പോകുന്ന ആളുകൾക്ക് കുട്ടികളെ വീട്ടിൽ നിർത്തിയിട്ട് പോകാനോ അല്ലെങ്കിൽ വൃദ്ധരായ ദമ്പതികളെ അല്ലെങ്കിൽ വൃദ്ധരായ അച്ഛനമ്മമാരെ ഇവിടെ നിർത്തിയിട്ട് പോകാനോ ഒന്നും സാധിക്കാത്തൊരു സാഹചര്യമാണുള്ളത്. ഇത് എല്ലാ വർഷവും ഈ തീരദേശവാസികൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാവുന്ന സമയത്ത് തന്നെ ഈ മന്ത്രിമാരെ അല്ലെങ്കിൽ സ്ഥലം MLA ഒക്കെ വന്ന് സന്ദർശിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്നൊരു കാര്യം പറഞ്ഞ് പോകുന്നതല്ലാതെ ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായ ഒരു നടപടിയും ഇവർ സ്വീകരിക്കുന്നില്ല. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് കോന്നാട് ബീച്ചിലാണ്. ശാന്തിനഗർ കോളനിയൊക്കെ ഉൾപ്പെടുന്ന കോന്നാട് ബീച്ചിലാണ്. ഈ ബീച്ചിൽ ഏകദേശം 300ഓളം മീറ്റർ ദൂരത്തിൽ ഇങ്ങനെ വീടുകളുണ്ട്. ഒരു 15ഓളം കുടുംബങ്ങൾ ഇത് മൂലമുള്ള ഈ മഴക്കെടുതി മൂലമുള്ള വേലിയേറ്റം മൂലമുള്ള പ്രശ്നങ്ങൾ വലിയ രീതിയിൽ അഭിമുഖീകരിക്കുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നൊക്കെ കാണാം. ടാർപ്പായും മറ്റും വലിച്ചു കെട്ടിയിട്ടുള്ള വീടുകളാണ്. എല്ലാ ദിവസവും പണിക്ക് പോയാൽ മാത്രം ജീവിക്കാൻ പറ്റുന്ന ആളുകളാണ് ഇവിടെയൊക്കെ ജീവിക്കുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ട്രോളിംഗ് നിരോധനമാണ്. അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ ഇവിടെ പരമ്പരാഗത തൊഴിലെടുത്ത് ജീവിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യമാണുള്ളത്. എന്നിരുന്നാലും മറ്റു പണികളൊക്കെ കണ്ടെത്തി പല സ്ഥലങ്ങളിലേക്കും പോകുമ്പോഴും അവർക്ക് സ്വസ്ഥമായി ജോലി ചെയ്യാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത്. ഈ വേലിയേറ്റം മൂലം, ഈ കടലാക്രമം മൂലം ഇന്നലെയൊക്കെ 15ഓളം കുടുംബങ്ങൾ അന്തി ഉറങ്ങാതെയാണ് അല്ലെങ്കിൽ രാത്രിയിൽ ഉറങ്ങാതെയാണ് ഇന്നലത്തെ രാത്രി കഴിച്ചുകൂട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും അതിശയോക്തിയില്ല. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം കാലങ്ങളായി ഇവർ ഭരണകർത്താക്കളോട് പറയുന്നതാണ് ഇവിടെ ഈ സുരക്ഷാ ഭിത്തി നിർമ്മിച്ച് ഇവിടെ നിന്നും വെള്ളം അടിച്ച് വീടുകളിലേക്ക് കയറുന്നത് പരിഹരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന കാര്യങ്ങൾ എല്ലാ വർഷവും ഈ മൺസൂൺ കാലത്തോടനുബന്ധിച്ചുണ്ടാകുന്ന കടലാക്രമണങ്ങൾ രൂക്ഷമാകുമ്പോൾ സംസ്ഥാന സർക്കാരിനോടും ബന്ധപ്പെട്ട അധികാരികളോടും ഒക്കെ പറയുന്നുണ്ടെങ്കിലും അത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴും നമ്മൾ ഓർത്തെടുക്കേണ്ട ഒരു കാര്യം 2018 ആ പ്രളയം തന്നെയാണ്. ആ പ്രളയത്തിൽ ഉൾപ്പെടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നാശനഷ്ടം സംഭവിച്ച സമയത്ത് സ്വന്തം ജീവൻ പോലും പണയം വെച്ച് ഈ കടലുകളിൽ വള്ളങ്ങളും സ്വന്തം ബോട്ടുകളുമായി കടലുകളിലേക്ക് ഇറങ്ങി കേരളത്തിലെ ജനങ്ങളെ കൈപിടിച്ചുയർത്തിയ മത്സ്യത്തൊഴിലാളികളാണ്. കേരളത്തിലെ സ്വന്തം ജനങ്ങളാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ദുരിതം അനുഭവിക്കുന്നത്. ഇത് പരിഹരിക്കാൻ ആവശ്യമായ നടപടിയിലേക്ക് കടക്കാൻ സർക്കാരിനൊന്നും സാധിച്ചിട്ടില്ല. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇതുപോലെ ചെറിയ ടാർപ്പായും മറ്റും കെട്ടിയിട്ടാണ് ഇവിടെയുള്ള ആളുകൾ അന്തി ഉറങ്ങുന്നത്. ഇതിലേക്ക് പോലും ഇങ്ങനെ ഒരു ടാർപ്പായ കെട്ടി ജീവിക്കുമ്പോൾ പോലും ഒരു സുരക്ഷിതത്തോടെ അല്ലെങ്കിൽ സമാധാനത്തോടെ സ്വസ്ഥതയോടുകൂടി രാത്രിയിൽ കിടന്നുറങ്ങാൻ സാധിക്കാത്തൊരു സാഹചര്യമാണ് ഇവിടെയുള്ളത്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എല്ലാ വർഷവും ഉണ്ടാകുന്ന സമയത്ത് അത് പരിഹരിക്കാൻ ആവശ്യമായ നടപടിയിലേക്ക് കടക്കാൻ സർക്കാരിനോട് ഇവിടെയുള്ള ആളുകൾ പറയുമെങ്കിലും ആരും ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ജനങ്ങളൊക്കെ വലിയ പ്രതിഷേധത്തിലാണ്. ഈ പ്രശ്നം പരിഹരിച്ചില്ല എങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കാലമാവുന്ന സമയത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകളും വന്ന് ജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിച്ച് പോകുന്നതിനപ്പുറത്തേക്ക് ഇത് പരിഹരിക്കാൻ ആവശ്യമായ നടപടിയിലേക്ക് കടക്കുന്നില്ല. ഇവിടുത്തെ കുട്ടികൾക്ക് പുറത്തിറങ്ങി കളിക്കാൻ പോകാൻ സാധിക്കുന്നില്ല. ശനിയോ ഞായറോ ഉള്ള ദിവസങ്ങളിൽ ഈ കുട്ടികളെയോ അല്ലെങ്കിൽ വൃദ്ധരായ ആളുകളെയോ വീട്ടിലിരുത്തിയിട്ട് മാതാപിതാക്കൾക്ക് പണിക്ക് പോകാൻ വേണ്ടി സാധിക്കുന്നില്ല. കോഴിക്കോട് കോന്നാട് ബീച്ചിന് സമീപം താമസിക്കുന്നവർക്ക് മഴക്കാലമായതോടെ പകൽ സമയത്ത് പോലും സ്വന്തം വീടുകളിൽ സുരക്ഷിതമായി കഴിയാൻ സാധിക്കുന്നില്ല. കടൽക്ഷോഭം മൂലം തീരത്തെ വീടുകളിൽ തിരമാലകൾ അടിച്ച് കയറുന്നത് പതിവാണ്. കടൽക്ഷോഭത്തെ പ്രതിരോധിക്കാൻ കെൽപ്പുള്ള സംരക്ഷണ ഭിത്തികൾ നിർമ്മിക്കണമെന്ന ജനങ്ങളുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. പക്ഷേ
അധികൃതർ ഈ വിഷയത്തിലും തക്കതായ പരിഹാരം ഉണ്ടാക്കുന്നില്ല, നടപടികൾ കൈക്കൊള്ളുന്നില്ല. കോഴിക്കോട് കോനാട് ബീച്ചിൽ നിന്ന് ഗോകുൽ കെ വേണുഗോപാൽ ആണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത്.